കോളേജിൽ നിന്ന് വിനോദയാത്ര പോയ ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് അപകടമുണ്ടായി. 20ഓളം വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. എറണാകുളം പെരുമ്പാവൂർ സിഗ്നൽ ജംഗ്ഷനിലാണ് ഈ അപകടം. വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങിയ കൊണ്ടോട്ടി EMEA കോളേജിലെ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. വിനീത BG വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിനീത, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ? വിനീത, റിജിത്ത്, നമുക്കിപ്പോ അറിയാൻ കഴിയുന്നത് പുലർച്ചെ ഏതാണ്ട് ഒരു 3 മണിയോട് കൂടിയാണ് ഈ അപകടമുണ്ടായത് എന്നാണ്. പെരുമ്പാവൂർ സിഗ്നൽ ജംഗ്ഷനിലാണ് അപകടമുണ്ടാവുന്നത്. ഈ അപകടത്തിന്റെ കാരണം ഇനിയും വ്യക്തമല്ല. ഈ വിദ്യാർത്ഥികൾ കൊണ്ടോട്ടി EMEA കോളേജ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികളാണ്. ഇവർ വിനോദയാത്രയ്ക്കായി എത്തിയതാണ്. അവർ മൂന്നാറിൽ വിനോദയാത്ര കഴിഞ്ഞ് തിരികെ മടങ്ങുന്നതിനിടെയായിരുന്നു അപകടം എന്നാണ് ഇപ്പോൾ പ്രാഥമിക വിവരം ലഭിച്ചിരിക്കുന്നത്. ഈ മടങ്ങുന്നതിനിടെ ഈ കോളേജ് ബസ്സും ഒപ്പം തന്നെ എതിർവശത്ത് നിന്ന് വന്ന ലോറിയും കൂട്ടിയിടിക്കുകയായിരുന്നു. MC റോഡിലേക്ക് വന്ന ലോറിയാണ് കൂട്ടിയിടിച്ചതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ അപകട കാരണം എന്താണെന്നുള്ളത് ഇനിയും വ്യക്തമായിട്ടില്ല. ഈ കോളേജ് ബസ്സിൽ ഏതാണ്ട് 35-ലധികം ആളുകൾ ഉണ്ടായിരുന്നതായാണ് വിവരം. ജീവനക്കാരടക്കം വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 35ഓളം പേർ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിൽ 20ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വലിയ പരിക്ക് എന്ന രീതിയിലേക്ക് ഇല്ല എന്നുകൂടിയാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ വലിയൊരു ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് ഇപ്പോൾ നമ്മൾ പെരുമ്പാവൂർ പോലീസുമൊക്കെയായി സംസാരിച്ചപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ അതേസമയം ഈ പരിക്കേറ്റ വിദ്യാർത്ഥികളെ ബസ്സിലുണ്ടായിരുന്ന മറ്റു ജീവനക്കാരെയും ഒക്കെ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. അവർക്ക് പ്രാഥമിക ചികിത്സ നൽകുന്നതിനും മറ്റുമായിട്ടാണ് മാറ്റിയിരിക്കുന്നത്. അതിലൊരാളെ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് മാറ്റിയെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്താണ് ഈ അപകട കാരണം എന്നുള്ളത് ഇനിയും വ്യക്തമല്ല. റീജിത്ത്, ശരി. വിനീത BG കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. കോളേജിൽ നിന്ന് വിനോദയാത്ര പോയ ബസ്സും ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായിരിക്കുന്നത്. 20ഓളം വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. എറണാകുളം പെരുമ്പാവൂർ സിഗ്നൽ ജംഗ്ഷനിലാണ് ഈ അപകടമുണ്ടായത്. അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു വിനീത BG. അതെ.